بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. നമ്മളെ ഐൻ ഫീൽ മുഅത്തല്ലായ ഫീലിന്റെ ചർച്ചയിലാണുള്ളത്. അതിൽ നിന്നും സുലാസി മുജറദിന്റെ ചർച്ച കഴിഞ്ഞു. പിന്നെ സുലാസി മസീദിലേക്ക് നാം വന്നു. സുലാസി മസീദുകളിൽ നിന്നും തുച്ഛമായ 4 കലിമത്തുകൾ മാത്രമേ ഇഹ്തിലാലിന്റെ വകുപ്പിന് ചാൻസ് ഉള്ളൂ എന്നും നമ്മൾ പറഞ്ഞു. ആ 4 ലഫ്ളുകളും മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് 4 വസനുകളിലായി നമുക്ക് പഠിപ്പിച്ചു. അജാബയും മൗസൂനുകളിലായി, അഥവാ അഫഅല വസനും പറഞ്ഞു, ഇസ്തഫഅല വസനും പറഞ്ഞു, ഇസ്തഅല വസനും പറഞ്ഞു, ഇൻഫഅല വസനും പറഞ്ഞു. ഇങ്ങനെ ഈ 4 പദങ്ങൾ എന്ന് പറഞ്ഞങ്ങ് പോകാതെ മഹാനായ മുസന്നിഫ് അജാബ എന്ന ഒരിടത്ത് കൊണ്ടുവന്നു. മറ്റൊരു മൗസൂൻ കൊണ്ടുവന്നത് ഇസ്തഖാമ എന്നാണ്, മറ്റൊരു മൗസൂൻ കൊണ്ടുവന്നത് ഇൻഖാദ എന്നാണ്, മറ്റൊരു മൗസൂൻ കൊണ്ടുവന്നത് ഇഖ്താറ എന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഇഖ്താറയിലേക്ക് അജാബയെ കൊണ്ടുവരണം. അപ്പോൾ എന്തായി? ഇജിത്താബ എന്നാവും. അപ്പോൾ ഇജിത്തയബ എന്ന് വരും. ഈ ഇഖ്താറെ അജാബയിലേക്ക് കൊണ്ടുപോയി അജാബ ഇഖ്താറയിലേക്കും കൊണ്ടുവരണം. അഥവാ ആ മൗസൂനുകൾ തിരിച്ചും മറിച്ചും നമ്മൾ ആ 4 പദങ്ങൾ അവിടെ കുറേ അങ്ങ് പറഞ്ഞാൽ അതിൻ്റെ മട്ടത്തിലാവുകയുള്ളു. അജാബയിൽ അഫഅല വസനിനെ ഖാറയും നമ്മൾ അഫഅല വസനെ കൊണ്ടുവരുമ്പോൾ അപ്പോൾ അഖാറ വരും. അതേപോലെ കാലം കാമയെയും നമ്മൾ ഇസ്തഫഅല വസനെ കൊണ്ടുവന്നു. ആ കാമയെയും നമ്മൾ അഫഅല വസനെ കൊണ്ടുവന്നുമ്പോൾ അക്കാമ വരും. അങ്ങനെ ഖാദയെയും അഫഅല വസനെ കൊണ്ടുവരുമ്പോൾ അഖാദ വരും. ഖാദ, ഖയദ, ഖവദ, ഖയദ. മനസ്സിലായി? അപ്പം അവിടേക്കാണ് അങ്ങനെ ആ മൗസൂനുകൾ ഇങ്ങനെ പല കോലത്തിൽ മൗസൂനുകൾ കൊണ്ടുവന്നത്. സഞ്ചാരത്തിനകത്ത് നമ്മൾ ലഫ്ളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തക്രാറാക്കി അവിടുന്ന് ഇവിടുന്ന് അവിടെയൊക്കെ ആക്കി നമ്മൾ പറയണം. അങ്ങനെ സർവാക്കി കൊടുത്താലേ അതിനുള്ള ഫായിദകൾ ലാഹിറായി വരികയുള്ളൂ എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വൈദാ ബനൈതഹാലിൽ മഫൂൽ, മജ്ഹൂലിന് വേണ്ടി നീ അതിനെടുക്കുകയാണ് എങ്കിൽ. അപ്പം അങ്ങനെ നമ്മൾ ഉസ്തുഖീമ. അപ്പം അങ്ങനെയാണ് ആ വിഷയം ഞാൻ പലപ്പോഴും പറഞ്ഞില്ല നിങ്ങൾക്ക്. ഇനി അങ്ങനെ ആക്കണം. നമ്മുടെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ഓരോ പദങ്ങൾ എടുത്ത് വരുമ്പോഴേ മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് വളരെ തുച്ഛമായ രീതിയിൽ പറഞ്ഞെങ്കിലും വളരെ വിശാലമായ മൗസൂനുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ആ മൗസൂനുകൾ അനുസരിച്ച് നമ്മൾ എല്ലായിടത്തും പോകാതെ പറ്റില്ല. ഏതായാലും പറയട്ടെ. വൈദാ ബനൈതഹ. അപ്പോൾ നമ്മൾ ഇൻഖാദ, ഇസ്തഖാമ, അജാബ. അപ്പോൾ ഇനി നമ്മൾ ഈ ഫീലുകളെ തന്നെ മജ്ഹൂലാക്കുമ്പം വേറെ കോലത്തിലാക്കാൻ പോകുന്നത്. മജ്ഹൂലാക്കുകയാണ് എങ്കിൽ മറിക്കലുകളും തിരിച്ചലുകളും തിരിച്ചു വരലും പോയതൊക്കെ മറിഞ്ഞതൊക്കെ തിരിഞ്ഞു വരലൊക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. ഉജീബ അസ്ലുഹു ഉജുവിബ, അജാബ അസ്ലുഹു അജ്വബ. അജ്വബയാകുമ്പം ഉജുവിബയാ പറയേണ്ടത്. ഉജുവിബയാകുമ്പം എന്നെന്ത് ചെയ്തു? നമ്മൾ അവിടുന്ന് വാവ് മസാജക്കും വാവിന്റെ മാക്കവല് സാക്കിനായതിന്റെ വാവിന്റെ അടക്കത്തിൽ നക്കൽ ചെയ്ത് മാക്കവലിന് കൊടുത്തിട്ട് എന്ത് ചെയ്തു? വാവിന് മറിച്ച്. മനസ്സിലായില്ലേ? അപ്പൊ അലിഫ് മാറി, ഇപ്പം വാവായി. വാവും മാറി ആയി. കുൽത്ത നീ പറയും, ഉജീബ എന്ന് പറയും. ഉജീബ എന്നതല്ല. മനസ്സിലായില്ലേ? ഇവകളെ അജാബയെ മജ്ഹൂലാക്കുമ്പം ഉജീബ എന്ന് പറയും. അജാബയെ മജ്ഹൂലാക്കിയത് അജ്വബയെ മജ്ഹൂലാക്കിയതല്ല, അജാബയെ മജ്ഹൂലാക്കിയതാണ്. അജാബയെ മജ്ഹൂലാക്കുമ്പോൾ ഉജീബ എന്നെങ്ങനെ വന്നു എന്ന് വെച്ചാൽ എന്തറിയും?
മനസ്സിലായില്ല? അത് നമ്മള് ഫുഇല വസിന് ഉഫുഇല വസിന് നമ്മളെന്ത് ചെയ്തു? നേരത്തെ പറഞ്ഞില്ല, അവൽ മുത്താരിക്കും എന്നും എന്താകണം, അർക്കത്തുള്ളതാകണം എന്നൊക്കെ പറഞ്ഞത്. അഞ്ചാനത്ത് ഉജീബ അസുലിന് പറയണം. അജാബ അസുല് പറഞ്ഞില്ല, അജുവബാന്ന്. അത് ഉജീബ അസുലും പറഞ്ഞോളി, ഉജുബിബാന്ന് പറഞ്ഞോളി. അസുൽ നമ്മൾ എഴുത്തിലാലായിട്ട് പറഞ്ഞതുകൊണ്ടാണ്, എഴുത്തല്ലു ആയിക്കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ് ഉജീബ എന്ന് പറഞ്ഞത്, അല്ലെ ഉജുബിബ എന്ന് പറയണം. അപ്പൊ പിന്നെ നമുക്ക് അസുൽ പറയാനുമില്ല അന്നേരം, അപ്പൊ എഴുത്തിലാലാക്കാനില്ല. അതുകൊണ്ട് ഉജീബ പറഞ്ഞതാണ്. ഉജീബ യുജാബു എന്ന് പറഞ്ഞിട്ട് മജൂലല്ലേ പറയണേ. അപ്പൊ ഇതാ പറയത്താൽ ഇൽമഫൂല് മജൂലിന് വേണ്ടിയൊക്കെ എടുക്കപ്പെട്ടാന്ന് പറഞ്ഞാൽ മജൂല് എന്താകും? മജൂല് മാദി മജൂലും ആകാം, മുസ്തഖിൽ മജൂലും ആകാമെന്ന് ഉദാഹരണത്തിന് കിട്ടും. അപ്പൊ ഉജീബ എന്ന് പറയും. അപ്പൊ ഉജീബ എന്ന് മജൂല് പറഞ്ഞു, അജാബ എന്ന് മഅറൂഫിൽ പറഞ്ഞു, ഉജീബ എന്ന് മജൂലിൽ പറഞ്ഞു. അടുത്ത മജൂല് യുജാബു പറഞ്ഞത്. അവിടെ എന്ത് ചുരുക്കി മുസന്നിഫ് റഹ്മത്തുള്ളാഹി. അങ്ങനെ യുജാബു ഇവിടെ നേരത്തെ പറഞ്ഞിട്ടില്ല, യുജീബു പറഞ്ഞിട്ടില്ല. യുജീബു പറഞ്ഞാലേ യുജാബു പറയേണ്ടേ ഉള്ളൂ. അജാബ യുജീബ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉജീബ യുജാബു. ഇനി മസ്തർ പറയണ്ട, മസ്തർ രണ്ടിടത്തും ഒരേപോലെ ആയതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. അപ്പൊ യുജീബു അസുലുഹു യുജാബു, അല്ല യുജീബു അസുലു യുജീബു, യുജാബു അസുലുഹു യുജുവബൂന്നായി. അവിടെയാണ് ഇതിന്റെ വിഷയം. അപ്പൊ യുജുവബൂന്നായപ്പം ബാവുമത്താരക്കും മാവിന്റെ മാക്കവര് സഹിസാക്കിന് മാവിനെ വരച്ചാലിപ്പാക്കി നമ്മൾ പറഞ്ഞു. അവന്റെ അർക്കത്തിന് അക്കൽ ചെയ്ത് മാക്കവനായ ജീവനോടുത്ത് ബാബ അബലുമത്തേക്കും ഇപ്പൊ സഹിസാക്കിനതിനാല് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കന്നെ യുജാബ് പറയണം. ഓ ഉജീബ യുജാബു യുജാബത്തൻ ഓ മുജീബുൻ. ഇനി സുബാലും സുബലും പിന്നെ പറയും, മനസ്സിലായില്ല? ഓ ഉജീബ അസുലു ഉജീബ, യുജാബു അസുലു യുജുവബു എന്നാണ്. നുക്കലത്ത് അറക്കത്തിൽ വാവി ഇലാമാ ഖബലഹ വഖുലിബത്ത് ബിൽ മാദി, മാദിയിൽ മറിക്കപ്പെട്ട് യാ ആയിട്ട് ഏതുപോലെ യുജീബുവിൽ മറിച്ചതുപോലെ കമാഫി യുജീബുൽ യുജുബിബു എന്ന് പറഞ്ഞല്ലോ മഅറൂഫിൽ. വഫിൽ മുളാരിഇ അലിഫൻ, അലിഫായിട്ട് മറിച്ചു കമാഫി അജാബയിൽ പോലെ. ഫിൽ മുളാരി മജ്ഹൂലിൽ, അതതിന്റെ അർത്ഥം. അപ്പൊ ഇത് എടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് പാഠം എടുക്കാനില്ല. എല്ലാവരും അഫൂ ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. ഉസ്തുഖീമ ഉസ്തുഖുവിമ, മനസ്സിലായോ? ഇസ്തഖാമ ഇസ്തഖിം ഉസ്തുഖുവിമ ഉസ്തുഫുഇല ഉസ്തുഫില. ഉസ്തുഫില മജ്ഹൂലാക്കാൻ നമ്മൾ പറഞ്ഞുകൊണ്ട് മൗബൽ മുത്താരിക്ക് എന്താകണമെന്ന്. മൗബൽ മുത്താരിക്ക് മുന്നും എന്താകണം? മജ്ഹൂൽ റഫാക്കപ്പെട്ടതാണെന്ന് പറഞ്ഞില്ലേ. ആണ് ഉസ്തുഫില വന്നത്. തൂ താ സീനേഷൻ താ ഉസ്തുഫില ഉസ്തുഖീമ ഉസ്തുഖീമ അസ്ലു ഉസ്തുഖുവിമ, ഇസ്തഖാമ അസ്ലു ഇസ്തഖുവമു. അവിടെ ഉജീബയിൽ പറഞ്ഞതുപോലെ ഇവിടെയും പറയുക. അപ്പൊ ഉങ്കീദ യുങ്കാദു, ഇങ്കാദ ഇൻഫാല വസനാണ്, ഇങ്കവതയാണ്. ഇപ്പൊ ഉങ്കുബിതയാണ്. മജൂല് ആക്കിയെടുത്തത് ലാസിമായ ഫീലാണെങ്കിലും മജൂലാക്കി കൊണ്ടുവന്നത് പിള്ളേർക്ക് സർവ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. എല്ലാവരും ദ്വാരക്കും. ഞാൻ സബക്ക് മുടങ്ങാൻ എടുക്കാൻ വേണ്ടി ദ്വാരക്കും ഇൻഷാ അല്ലാഹ്.